നമസ്കാരം, തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്. സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഏറെക്കുറെ ആയിക്കഴിഞ്ഞു. LDFിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അടുത്ത ദിവസങ്ങളിൽ അടുത്തു തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് എന്തൊക്കെയാവും പ്രചരണ ആവുക എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. ഇടതുപക്ഷം വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാണിക്കുമ്പോൾ ഇന്ന് അവർക്ക് വലിയൊരു തിരിച്ചടി വന്നിരിക്കുന്നത് അത് EDയുടെ ഭാഗത്തു നിന്നാണ്. ED കരുവന്നൂർ ബാങ്ക് കൊള്ളയുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ നടന്ന അന്വേഷണത്തിൻ്റെ ഒടുവിലത്തെ അതായത് അന്തിമ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് CPM എന്ന പാർട്ടിയെ തന്നെ പ്രതിയാക്കിക്കൊണ്ടാണ് ED കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല MC വർഗീസ്, MC മൊയ്തീൻ, മറ്റ് K രാധാകൃഷ്ണൻ MP തുടങ്ങിയ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ഈ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഒരു ആയുധമാക്കാൻ UDF ഒരുങ്ങുക, അല്ലെങ്കിൽ അവർ ആയുധമാക്കുന്നത് ഇനി കരുവന്നൂർ ബാങ്ക് കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. മാത്രമല്ല അതിൽ നിന്നും ചില നേതാക്കളെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് PK ബിജു, M കണ്ണൻ തുടങ്ങിയ നേതാക്കളെയൊക്കെ തന്നെ ഒഴിവാക്കിയത് ചില അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ ഭാഗമായിട്ടാണ് എന്ന് അനിൽ അക്കരെ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഇതിനകം തന്നെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ നിലമ്പൂരിൽ പ്രധാനമായും ഉയർത്തിക്കൊണ്ടുവരാൻ അല്ലെങ്കിൽ UDF ഉയർത്തിക്കൊണ്ടുവരുന്നൊരു വിഷയമായിരിക്കും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് എന്നത് ശ്രദ്ധേയമാണ്. അത്തരത്തിൽ പ്രചരണ വിഷയങ്ങൾ പലതും വന്നേക്കാം. പക്ഷേ ഇപ്പോൾ ED തന്നെ പ്രതിപക്ഷത്തിന് ഒരു ആയുധം നൽകിയിരിക്കുകയാണ്.